ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡേ 2 നമ്മൾ പോയത് പുഷ്കറിലേക്കാണ്. പുഷ്കർ അജ്മീർ അല്ലെങ്കിൽ പുഷ്കർ കിഷൻഗഡ് ഇതായിരുന്നു നമ്മളുടെ പ്ലാനിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോയപ്പോൾ തന്നെ നമ്മളോട് അവിടുത്തെ നമ്മുടെ ക്യാബ് പറഞ്ഞു അവിടെ ക്യാമൽ സഫാരി ഉണ്ട്, അതാണ് മെയിൻ. നേരെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ ക്യാമലിൽ ടെൻറ്റ് സഫാരിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ജയ്സാൽമീറിൽ സഫാരി ഉണ്ട്, താർ ഡെസേർട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വേറെയാണ്, അത് അലഗാണെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഈ ടെൻറ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫാമിലിക്ക് ഒരു ക്യാമൽ ടെൻറ്റിന് വന്നത് 2000-3000 ഇടയ്ക്കാണ്. 2500 800 അങ്ങനെ എന്തോ ആണ്. ചെറുതായിട്ട് ബാർഗെയിൻ ചെയ്തൊരു 500 എന്തോ കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് എന്തായാലും അത്രയും വർത്തായിട്ട് ഇപ്പോൾ നമുക്കത് ചെയ്യണം നിർബന്ധമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇത് നമുക്ക് പോകുന്ന വഴിക്കുള്ള ഇതൊരു പുഷ്കർ ഡെസേർട്ടാണ്, താർ ഡെസേർട്ട് വേറെയാണ് എന്നൊക്കെയാണ് അവിടുന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെയോ എന്താണ് ഓരോ പോയിന്റ്സ് അവർ പറഞ്ഞു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ഏതൊക്കെയോ ഫോർട്ട്, ഒരു ചെറിയ കുറച്ച് ഫോർട്ട്, അവിടെ കാണാൻ കൊള്ളാവുന്ന കുറച്ച് ബിൽഡിംഗ് ഉണ്ട്, അതിപ്പോൾ അവിടെ ഹോട്ടലായിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെയുള്ളത് ഒരു റോസ് ഗാർഡൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളതെടുത്ത് പോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേര് ഈ പാട്ട് പാടുന്ന, മീൻസ് രാജസ്ഥാനി ടൈപ്പ് ഓഫ് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ അവരുടെ ആ പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അത് അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു. നമ്മളവിടെ എത്തി, അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ജീപ്പ് സഫാരി ചെയ്യുന്നവരുണ്ട്, ഹോഴ്സ് റൈഡ് ചെയ്യുന്നവരുണ്ട്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ജയ്സാൽമീറിൽ ഇത് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്കത് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നോക്കി 1-2 ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഈ താർ ഡെസേർട്ട് പോലെ ആക്ടിവിറ്റീസ് കൂടുതലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഉള്ളത് രാജസ്ഥാനി ടൈപ്പ് ഓഫ് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ ജൽമഹലിലതൊക്കെ ചെയ്തില്ലേ അതുപോലെ തന്നെയുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അതുപോലെ ഈ പാട്ട് പാടാൻ വേണ്ടി കുറച്ച് ടീമുണ്ട്. അപ്പോൾ അവർ നമ്മളെടുത്ത് പാട്ട് പാടാനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. അവർ പൈസ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പാടിത്തരാ ചെയ്യുക. അപ്പോൾ ഇവർ നമ്മൾ പോകാൻ നേരം നമ്മൾ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുക ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ലാസ്റ്റ് ഒരു ബ്ലെസ്സിങ് പോലെ നമ്മളൊരു ദക്ഷിണ കൊടുക്കുക, നമ്മൾ സന്തോഷത്തിന് എന്തെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പം അതുപോലെ കൊടുക്കാനാണ് പറയുന്നത്. നമ്മളോടും കൂടി ഡാൻസ് ചെയ്തോളാൻ പറയും. ഞാൻ ജസ്റ്റ് നടുക്ക് പോയി നിന്ന് എന്തോ അവർ ആമീനെയൊക്കെ നോക്കി എന്തൊക്കെയോ കളിക്കുന്നൊക്കെയാണ്. പക്ഷേ ആമിക്ക് ഇതൊന്നും ഫസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവളെ കുറച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനത് അവരുടെ കൂടെ ഡാൻസ് ചെയ്യാന്നൊക്കെ വെച്ച് നടുക്ക് പോയി നിന്നു. ബട്ട് എന്താ പറയുക, വലിയ ആ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നമുക്കതങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് അങ്ങനെ തോന്നിയിരുന്നില്ല. അങ്ങനെ ആമി കുറച്ച് ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങി. കുറച്ച് അടുത്തേക്ക് വന്നപ്പോൾ കരയാനൊക്കെ തുടങ്ങിയപ്പോൾ അത് നിർത്തി. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ പേരയ്ക്ക തോട്ടങ്ങളും നെല്ലിക്കത്തോട്ടങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ ഇതുപോലെ നെല്ലിക്കയുണ്ട്, നല്ല ഫ്രഷ് നെല്ലിക്ക കേട്ടോ. അവിടെ അതൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഒരു ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പുഷ്കറിലേക്കാണ്. അപ്പോൾ ഈ പുഷ്കർ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, പുഷ്കർ മേള രാജസ്ഥാനിലെ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നടക്കുന്ന ആ സ്ഥലത്താണ് നമ്മൾ പോയത്. ഈ പുഷ്കർ അവർക്ക് കുറച്ച് ഹോളി ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടുത്തെ ഈ വാട്ടർ അവർ എന്താ പറയുക, അവരുടെ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമുണ്ടല്ലോ താമര, ആ താമരയിൽ കൂടെ ചെയ്തു വന്ന വെള്ളമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററി ഇതിൻ്റെ പുറകിലുണ്ട്, പുരാണത്തിലുള്ള. അപ്പോൾ ഇയാൾ നമ്മുടെ കൂടെ കൂടിയതാണ്, ക്യാബ് തന്നെ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അവരും പറഞ്ഞത് ലാസ്റ്റ് ഒരു ടോക്കൺ ഓഫ് ലവ് പോലെ എന്തെങ്കിലും തന്നാൽ മതി, അത്രേ അവർ പൈസയായിട്ട് പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഗൈഡ് പോലെ അങ്ങനെയല്ല, ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല, നിങ്ങളുടെ സന്തോഷത്തിന് എൻ്റെ സന്തോഷത്തിന് എന്തെങ്കിലും തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. നമ്മളവിടെ കയറി കഴിഞ്ഞപ്പം ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ പിന്നിലുള്ള കഥകളും അവിടെ എന്താണ് അവരെന്തൊക്കെയാണ് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അയാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിഠായിസ്, അവിടെ തന്നെ കാണുന്ന കുറച്ച് തരം ഡിഷസ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനൊരു പേടിയായിരുന്നു, കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ട്രൈ ചെയ്തില്ലായിരുന്നു. ഞാനാണ് ആ അമ്പലത്തിനകത്ത് പോയത്. അവിടെ ആ ദിവസം ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ്. നമ്മൾ ഈ പിതൃതർപ്പണം ചെയ്യില്ലേ, നമ്മുടെ തിരുനാവായലൊക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു അമാവാസി ദിവസത്തെ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഈ ആ ഒരു നമ്മൾ ആ ചൂടുന്ന ആ ഒരു അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. കാരണം സത്യം പറഞ്ഞാൽ ഒരു ദൈവികമായിട്ടുള്ളൊരു ഫീൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുക. അവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു വെള്ളം കാണാൻ പറ്റും, അതൊരു ലേക്കാണ്, അത് ആർട്ടിഫിഷ്യൽ ലേക്കാണ്, ആ ഒരു ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് വിശ്വാസം. അപ്പോൾ അവിടെ ഈ നമ്മുടെ രാജസ്ഥാനിലാണെങ്കിൽ നമ്മൾ ഈ നോർത്തിലേക്ക് എവിടെ പോയി കഴിഞ്ഞാലും
പ്രധാന അട്രാക്ഷനാണ് പ്രാവുകൾ. ആ പ്രാവുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും പറക്കുന്നതാണ് നല്ല രസമാണ്. ഒറ്റയടിക്ക് അവരിങ്ങനെ പാറുന്നത് കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള ഷോട്ടൊക്കെ എനിക്ക് അവിടുന്ന് കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ക്യാമറയിലൊക്കെ നമ്മൾ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്, ഒരു ഇന്നർ ഫീൽ നമുക്ക് തോന്നും. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ സ്ഥലത്തും നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു കൾച്ചർ, ആ ഒരു ട്രഡീഷൻ ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അവിടെ ഫോട്ടോഗ്രാഫി എടുക്കുന്ന വീഡിയോഗ്രാഫി കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് താഴേക്ക്, ആ വെള്ളത്തിൻ്റെ അവിടേക്ക്. എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകളും എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നിന്നില്ല. ഞാൻ താഴെ പോയിട്ട് ആ വെള്ളത്തിലൊന്ന് കാലം നനച്ച് മേലെ നനച്ച് പോന്നു. കുട്ടികൾക്കും ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോയി. ഈ ഒരു അമ്പലത്തിൽ നിന്ന് നല്ല തിരക്കാണ്. അന്ന് ആ ഒരു വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ ചുറ്റിനും നല്ല നല്ല കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് ഞാൻ കുറേ കമ്മലൊക്കെ നോക്കി. അങ്ങനെ ആ പുഷ്കറിന് നമ്മൾ നേരെ പോയത് കിഷൻഗഞ്ചിലേക്കാണ്. അപ്പോൾ ഈ കിഷൻഗഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കാശ്മീരിനെ കുറിച്ച്, രാജസ്ഥാനിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നോക്കുന്ന ടൈമിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു മാർബിൾ ഡംപിങ് യാർഡ്. അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വൈറ്റ് കളറായിട്ടുള്ളൊരു സ്ഥലം, അതിന് നടുക്ക് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് അത്ര അത് ഫോട്ടോഗ്രാഫിയിലുള്ള പോലെ അല്ലെങ്കിൽ വീഡിയോയിലുള്ള പോലെ അത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവിടെയൊക്കെ ഫുൾ മാർബിളിൻ്റെ പ്ലേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജസ്ഥാൻ എന്ന് പറയുന്നത് മാർബിളിന് ഫേമസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ മാർബിൾ ഫാക്ടറീസ് ഉണ്ട്. അവിടെ ഉണ്ടാവുന്ന പൊടി ഒക്കെ ഡംപ് ചെയ്യുന്ന സ്ഥലമാണിത്. പിന്നെ അവിടെ നിന്നും മാർബിൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പ്ലേസും കൂടിയാണത്. അപ്പോൾ അവിടെ ഈ കുറച്ചൊരു പ്ലേസിൽ മാർബിൾ കട്ട് ചെയ്ത് പോയ ആ ഒരു പ്ലേസിൽ പലതരത്തിൽ മാർബിൾ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള സ്ഥലമാണിത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഭംഗി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ക്രൗഡഡ് ആയതുകൊണ്ടായിരിക്കാം, എനിക്കങ്ങനെ തോന്നിയത് അറിയില്ല. എന്തായാലും അത്ര ഭംഗിയുണ്ടെന്ന് തോന്നിയില്ല. ഇവിടെ ഈ സ്ഥലത്ത് വരികയാണെങ്കിൽ എന്തായാലും ഒരു ഈവനിങ് ടൈമിൽ എന്ന് വെച്ചാൽ 4 മണി 5 മണിക്ക് ശേഷം മാത്രം വന്നാൽ മതി. കാരണം ഫുൾ മാർബിൾ വൈറ്റാണ്. അപ്പോൾ അത് നമ്മുടെ കണ്ണടിച്ച് പോകുന്ന വെയിലാണെങ്കിൽ കണ്ണടിച്ച് പോകും. അത്രയ്ക്കും വെയിലാണെങ്കിൽ അത്രയ്ക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അവിടെ നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഈവനിങ് ടൈം സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്കും സെറ്റായി. നമ്മൾ ഫുള്ള് നല്ല നല്ല വീഡിയോസും, എനിക്ക് ആ സൺസെറ്റ് ടൈമിൽ ആ റെഡ് സൂര്യനാവുന്ന അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടുന്ന് ആ വൈറ്റിൽ അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർ, പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അവിടെ, ആ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ അടിയൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ വൈറ്റിൽ ആ ഒരു വെള്ളം ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ചില പ്ലേസസ് ഉണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ നല്ല ഭംഗിയുള്ള ചില ലൊക്കേഷൻസ് ഉണ്ട്. അത് കുറച്ച് ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഓരോരോ പ്ലേസിലും നമുക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ പ്ലേസ് കാണാം. പിന്നെ അവിടെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു സെറ്റ് അവർ ചെയ്യുന്നതാണ്, ലൊക്കേഷൻ പോലെ. അവിടെ ആൾക്കാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ അതിനായിട്ട് ഇരിക്കുകയാണ്. അവിടുന്ന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി, ചെറിയൊരു നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചൊരു തോണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അവരുടെ പൈസ കൊടുത്താൽ അവരെ കൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് പോകുന്നവരുണ്ടാവല്ലോ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്, അവർക്കതൊക്കെ യൂസ്ഫുൾ ആവും. കാരണം നമ്മൾ പിന്നെ അവസാനം വൈകുന്നേരം ആയപ്പോൾ നല്ല ചുവന്ന സൂര്യൻ കാണുന്നവരെ നമ്മളവിടെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അതിന് ചുറ്റും കുറച്ച് സ്നാക്സിൻ്റെ സെറ്റപ്പ് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്നോ യാർഡ് എന്നാണ് പറയുന്നത്. സ്നോ യാർഡ് അല്ലെ മാർബിൾ ഡംപിങ് യാർഡ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടേക്ക് എൻട്രി ഫീസ് ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഡേ 2 നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്കറിലേക്കാണെങ്കിൽ ഇവിടേക്ക് എൻട്രി ഫീസ് ഇല്ല. ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഈ കിഷൻഗഞ്ച് നമുക്ക് വേറെ ഒരു പ്രൈസും ഇല്ല. അപ്പോൾ ഇതാണ് ഡേ 2 വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.